പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ 3 ടോപ്പിക്കാണ് പ്രധാനമായും നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ചാപ്റ്ററിൽ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചു അല്ലെ. ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചത് ഫ്രഞ്ച് റവല്യൂഷനാണ്. അതുപോലെ നിങ്ങൾ റഷ്യൻ റവല്യൂഷനും പഠിച്ചു. ഇനി അതിൽ പ്രധാനമായി വരുന്ന അടുത്ത ഒരു ചെറിയ ടോപ്പിക്കും ദി ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. കേട്ടിട്ടുണ്ടോ? ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 3ാമത്തെ ടോപ്പിക്. അതൊരു ചെറിയ ടോപ്പിക്കാണ്, വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ്ങിനൊക്കെ അതിൽ നിന്ന് ചോദിക്കാം. എന്നാലും ആ ചെറിയ ടോപ്പിക് ആണെങ്കിലും അതെന്താണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷന്റെ കോസസിനെ കുറിച്ച് നമ്മൾ അറിയാം. കാരണം എന്താണ്? കാരണം വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു റവല്യൂഷൻ ആയിരുന്നു, ലോകത്തെ സ്വാധീനിച്ച ഒരു വിപ്ലവമാണ്. അപ്പോ വേൾഡിനെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ഏത് കൺസെപ്റ്റിലാണ് അല്ലെ ഏത് സിറ്റുവേഷനിലാണ് ഈ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ സക്സസ് ആയതിനുള്ള ഒരു മെയിൻ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷന്റെയും റിസൾട്ടാണ്. നമുക്കറിയാം, വേൾഡിൽ അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും വേൾഡിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇവിടെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് കാണുമ്പോൾ അതിനകത്ത് ആദ്യം ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ പോയറ്റിന്റെ ഒരു പോയട്രിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ലൈൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പാബ്ലോ നെരുദ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കയുടെ പ്രശസ്തനായ ഒരു കവിയുടെ കവിതയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്താണ് ഈ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ആ ഒരു സാധനം ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾക്കത് നിങ്ങളുടെ ടെക്സ്റ്റിനുണ്ട്, നിങ്ങൾ അത് വായിച്ചു നോക്കണം. എന്താ? ദിസ് വാസ് ദ ഡ്വെല്ലിംഗ്, ദിസ് ഈസ് ദ പ്ലേസ്. എന്താ പറയുന്നത്? ദിസ് വാസ് ദ ഡ്വെല്ലിംഗ്, ഇതായിരുന്നു വീട് അല്ലെ. ദിസ് ഈസ് ദ പ്ലേസ്, ഇതാണ് സ്ഥലം. ഒരു മെയിൻ സെന്റർ, അതായത് ലാറ്റിൻ അമേരിക്കയുടെ ഒരു മേജർ പ്ലേസിനെ സംബന്ധിച്ചാണ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. This was the dwelling, this is the place. Here the broad grains of maize rose up. എന്താ പറയുന്നത്? ആ ചോളത്തിന്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത്. കാരണം ഏറ്റവും കൂടുതൽ plenty of resources, ധാരാളം വിഭവങ്ങളുള്ള ഒരു നാടായിരുന്നു ഏതെന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അതുപോലെ പറയുന്നു എന്താ? 12 games likes red hail. ഇവിടെയാണ് ചുവന്ന ഹിമപാതം പോലെ വീണ്ടും 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 ഈ ചോളങ്ങൾ നല്ല ചോളപ്പാടങ്ങളിൽ മഞ്ഞ് വീണ് കിടക്കുന്ന സമയത്ത് അത് കാണാനുള്ള ആ മനോഹാരിത, അതാണ് ആ പോയട്രിയിൽ ആര് പറയുന്നത്? പാബ്ലോ നെരുദ പറയുന്നത്. അതിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ എത്രമാത്രമാണ് അല്ലെ. റെഡ് ഗ്രെയിൻസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ബ്രോഡ് ഗ്രെയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, റെഡ് ഹെയ്ഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഹിയർ ഗോൾഡ് ത്രെഡ് കെയിം ഓഫ് ദി വിക്ടോഴ്സ്, ദ ക്ലോസ് ലവേഴ്സ്, ടോംസ് ആൻഡ് മദേഴ്സ്, കിങ് ആൻഡ് പ്രയേഴ്സ് ആൻഡ് വാരിയേഴ്സ്. ആരെയൊക്കെ കുറിച്ച് അതിനകത്ത് പ്രതിപാദിക്കുന്നത്? അതുപോലെ ചെമ്മരിയാറിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടതാണ് ഇവിടെ. അപ്പൊ എത്രമാത്രം റിസോഴ്സസിലെ ഒരു മെയിൻ കണ്ടന്റ് അവിടെ പറയുന്നത് എന്താ? ഗോൾഡും സിൽവറുമാണ് നമ്മുടെ ഈ ലാറ്റിൻ അമേരിക്കയുടെ ഒരു മേജർ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ റിസോഴ്സസിന്റെ ഒരു മേജർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗോൾഡും സിൽവറുമാണ്. അപ്പൊ എങ്ങനെ ഒരു കോളനൈസേഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അവിടുത്തെ റിസോഴ്സസിനെ ബേസ് ചെയ്താണ് എല്ലാ സ്റ്റേറ്റിലും കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇമ്പീരിയലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്, സാമ്രാജ്യത്വം, കോളനിവൽക്കരണം,
ലോകത്ത് പിറവിയെടുക്കുന്നത് എന്താ? ഈ കൊളോണിയൽ നേഷൻസ് അതർ നേഷൻസിനെ എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും അതിനകത്തൊരു കാരണം കണ്ടെത്താം, ഒരു കോസ് ഉണ്ടാവും. അവിടെയും എന്താണ്? റിസോഴ്സസ് തന്നെയാണ് അവിടെയും മെയിൻ കണ്ടന്റ്. പിന്നെ എന്താ പറയുക? അവരെ പറയുന്നത് എന്തൊക്കെയാണ്? കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും, അതുപോലെ എന്താ close lovers, tombs and mothers, kings and prayers and warriors. അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും എല്ലാം ഉടുപ്പ് തുന്നുവാൻ. പിന്നെന്താ പറയുന്നത്? Give me back the slaves you bore. പറയും അല്ലെ? അവിടെ പറയുന്നത് എന്താ? മാച്ചു പിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. കാരണം അവിടുത്തെ ആ ഒരു പോയട്രിയെ ബേസ് ചെയ്തുകൊണ്ട് ചില കണ്ടന്റുകൾ, ചില ഇൻഫർമേഷൻസ് നമ്മളൊക്കെ അവിടെ കളക്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ പോയട്രിയിൽ പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു അല്ലെ. കാരണം എന്താ? ദ പ്ലന്റി ഓഫ് റിസോഴ്സസ്, ധാരാളം വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള അഗ്രികൾച്ചർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു. എന്താ പറയുന്നത്? അവിടെ പറയുന്നത് ബ്രോഡ് ഗ്രെയിൻസ് ഓഫ് മൈസ്, ചോള കൃഷി ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് അല്ലെ, ചെമ്മരിയാടിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത ട്രേഡ് ആണ്, വ്യാപാരമാണ്. അപ്പൊ ഏത് ട്രേഡ് ആണ്? ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പൊ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന സ്റ്റേറ്റ് നേഷനെ സംബന്ധിച്ച് അവിടുത്തെ ജിയോഗ്രഫിക്കലായിട്ടും അവിടുത്തെ എക്കോണമിക്കലായിട്ടും കൾച്ചറലുമായിട്ടുള്ള ഒരു നേച്ചറാണ് ആ പൊയട്രിയിലൂടെ പ്രാബോ നെരുത നമുക്ക് കണ്ടത്. അപ്പൊ അതിന്റെ പേരെന്താ? ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു, മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്നാണ് ആ കവിതയുടെ പേര്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ? ലാറ്റിൻ അമേരിക്കൻ പോയട്രി അദ്ദേഹം അതിലൂടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ് പറയുന്നത്? പ്രാബോ നെരുത, ദി ലാറ്റിൻ അമേരിക്കൻ പോയറ്റ്, portrait the sites of Machu Picchu, one of the centers of ancient South American civilization. അല്ലെ, പുരാതന സൗത്ത് അമേരിക്കൻ രാജ്യമായിരുന്ന ലാറ്റിൻ അമേരിക്കയുടെ ആ അവസ്ഥയെ കുറിച്ചാണ് ഈ ദി ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്ന് പറയുന്ന പോയട്രിയിലൂടെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് പ്ലാബോ നെരുദ. അപ്പൊ ലാറ്റിൻ അമേരിക്കയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാറ്റിൻ അമേരിക്കൻ കൺട്രിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? Latin America consists of South and Middle America and the West Indies Islands. അതാണ് നമ്മുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. സൗത്ത് മിഡിൽ അമേരിക്കയ്ക്കും ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ഐലൻഡുമായിട്ട് സമീപത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് എന്ന് പറയാം ലാറ്റിൻ അമേരിക്ക. ഇൻ ദി 16th and 17th century, Spain and Portugal established their colonies throughout this region. അപ്പൊ ആരൊക്കെയാണ്? സ്പെയിനും പോർച്ചുഗലും. അതായത് 16th 17th സെഞ്ചുറിയിൽ ഈ സ്പെയിൻ പോർച്ചുഗൽ നേഷൻസ് എന്ത് ചെയ്തു? ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ കംപ്ലീറ്റ് ആയിട്ട് ത്രൂഔട്ട് ദി റീജിയൻ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കോളനികൾ സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയാണ്? സ്പെയിൻ ആൻഡ് Portugal. The Spanish and the Portugal belong to the Latin language family and have close proximity to Latin. So this region is known as the Latin America. നമുക്കറിയാം അല്ലെ, പോർച്ചുഗലും സ്പെയിനും അവരുടെ ലാറ്റിൻ ലാംഗ്വേജ് ഫാമിലി ആ സ്റ്റേറ്റ് ഒരു ക്ലോസ് ആയിട്ടുള്ള പ്രോക്സിമിറ്റി അവിടെ ഉണ്ടാക്കി. നല്ല ഒരു അതായത് നമുക്ക് പറയാം ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന കൺട്രി കംപ്ലീറ്റ് ആയിട്ട് ആരുടെ കൺട്രോളിലായി? സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും കൺട്രോളിലായി. ആ സ്പെയിനും പോർച്ചുഗലും അവരുടെ ലാംഗ്വേജ് ആയ ലാറ്റിൻ ലാംഗ്വേജ് മാക്സിമം ആ സൊസൈറ്റിയിൽ എന്ത് ചെയ്തു? ഫ്ലോറിഷ് ചെയ്തു. അപ്പൊ അവരുടെ ലാംഗ്വേജ് എന്താക്കി മാറ്റി? ലാറ്റിൻ ലാംഗ്വേജിന്റെ ഒരു മിക്സിംഗ് അവിടെ ഉണ്ടായി. ലാംഗ്വേജ് മാത്രമല്ല, കൾച്ചർ, ഡ്രസ് ഐറ്റം, ഫുഡ് ഐറ്റം, അവരുടെ റിലീജിയസ് കൺസെപ്റ്റ് എല്ലാത്തിനും ഒരു മിക്സഡ് കൾച്ചറാണ് ലാറ്റിൻ അമേരിക്കയിൽ ഫോം ചെയ്തത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലാറ്റിൻ ലാംഗ്വേജിന്റെ ഒരു ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ലാറ്റിൻ അമേരിക്ക. ഈ പ്രദേശത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടത്? ലാറ്റിൻ അമേരിക്ക എന്ന പേരിൽ നമ്മൾ അറിയപ്പെട്ടു. അപ്പോ സ്പെയിനും
പോർച്ചുഗലുമാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? കോളനീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലാറ്റിൻ അമേരിക്കയുടെ ഒരു ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള നേച്ചർ നമുക്ക് മനസ്സിലായി അല്ലെ? എന്താ ദ പ്ലന്റി ഓഫ് റിസോഴ്സസ് ഈസ് ദ മെയിൻ നേച്ചർ ഓഫ് ദി സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു നേച്ചർ, സ്വഭാവം. അതിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു എന്ത് ചെയ്യുന്നു, ആ സൊസൈറ്റി അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി കൊടുത്തത് തന്നെ അവരുടെ റിസോഴ്സസിനെ ബേസ്. അതിൽ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗോൾഡ് ആൻഡ് സിൽവർ, സ്വർണവും വെള്ളിയുമാണ് അല്ലെ? അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഈ ട്രേഡിലൂടെ ധാരാളം വെൽത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവരുടെ വെൽത്ത് അവർ അക്യൂർ ചെയ്യാൻ പറ്റി, ആർജിച്ചെടുക്കാൻ പറ്റി. അതാണ് അവരുടെ പ്രത്യേകത. പിന്നെ അഗ്രികൾച്ചർ അവരുടെ. അപ്പൊ എല്ലാം നമ്മുടെ ഒരു ഏൻഷ്യൻ സൊസൈറ്റി നമ്മൾ എന്താണോ, അതായത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു, റിസോഴ്സസ് ഉണ്ടായിരുന്നു. പിന്നെന്താ, മൈൻസ് എന്ന് പറയാൻ അറിയാലോ, ഖനികൾ. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്വർണവും വെള്ളിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുഴിച്ചെടുക്കുന്നത്. അപ്പൊ മൈൻസ് ഉണ്ടായിരുന്നു ധാരാളം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആർക്കുണ്ടായിരുന്നു? ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന് ഉണ്ട്. അങ്ങനെയാണ് സ്പെയിനും പോർച്ചുഗലും എവിടെ എത്തിച്ചേരുന്നത്? ലാറ്റിൻ അമേരിക്കൻ നേഷൻസിൽ എത്തിച്ചേരുക. അവർ എന്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്? കോളനീസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇവിടെ can you find out from the poem? ഈ പോയറ്റിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എന്താ? looted the resources of the people. അല്ലെ? ജനങ്ങളുടെ വിഭവങ്ങൾ മുഴുവൻ അവിടെ കൊള്ളയടിക്കപ്പെട്ടു. Dissemination towards the colonial people. അല്ലെ? കംപ്ലീറ്റ് കോളനിയിൽ എന്ത് ചെയ്തു? ജനങ്ങളെ പൂർണ്ണമായി അവർ എന്ത് ചെയ്തു? അവരോട് വിവേചനം, അല്ലെ, വിവേചനപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആരൊക്കെ? സ്പെയിനും പോർച്ചുഗലും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ പോർച്ചുഗലിനും സ്പെയിനും കോളനികൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? കാരണം അവിടെ ഒരു യൂറോപ്യൻ ലാംഗ്വേജ് ആണ് widely spread the ലാറ്റിൻ അമേരിക്ക. അല്ലെ? ലാറ്റിൻ അമേരിക്കയിൽ കംപ്ലീറ്റ് ആയിട്ട് വൈഡ്ലി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജാണ്? ലാറ്റിൻ അമേരിക്കൻ ലാംഗ്വേജ്. അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന പേര് പോലും അവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഈ യൂറോപ്യൻ കോളനീസിന് അല്ലെങ്കിൽ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ലാറ്റിൻ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സൊസൈറ്റിയിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകും. എന്തൊക്കെയാണ്? ആഫ്റ്റർ കോളനൈസിംഗ് ദി എൻ്റയർ ലാറ്റിൻ അമേരിക്ക, ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ. എന്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തു? ലാംഗ്വേജ്, റിലിജിയൻ ആൻഡ് കസ്റ്റംസ് ദെയർ. അല്ലേ? കാരണം എന്താ? ഈ പോർച്ചുഗീസും സ്പെയിനും അവിടെ കോളനികൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ എന്തിനൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തു? അവരുടെ ലാംഗ്വേജ് അടിച്ചേൽപ്പിച്ചു, അല്ലെ? അതുപോലെ റിലിജിയൻ, മതം അവരെ അടിച്ചേൽപ്പിച്ചു. ആൻഡ് കസ്റ്റംസ്, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ബിലീഫ്സ്, അല്ലെ? ഇതെല്ലാം അവരെ അടിച്ചേൽപ്പിച്ചു. They built houses and churches in Spanish style. പിന്നെന്ത് ചെയ്തു? ഈ ലാറ്റിൻ അമേരിക്കയിൽ കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ കൺസ്ട്രക്ട് ചെയ്തു? They built houses and churches. വീടുകൾ നിർമ്മിച്ചു, അല്ലെ? ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. Several schools were established for imparting Spanish system of education. അല്ലെ? സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, സ്പാനിഷ് മോഡലിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? several schools were established for imparting Spanish system of education. സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടി സ്കൂളുകൾ ആര് സ്ഥാപിച്ചു? ഈ സ്പെയിൻ. അപ്പൊ ഇതിൽ നമ്മൾ ആലോചിക്കുക, സ്പെയിനും പോർച്ചുഗലുമാണ് മെയിൻ കൊളോണിയൽ പവർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു അതോറിറ്റി എന്ന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് സ്പെയിനാണ്. ഏറ്റവും കൂടുതൽ കോളനീസ് ക്യാപ്ചർ ചെയ്തത് ആരാണ്? സ്പെയിനാണ്. അപ്പോൾ കംപ്ലീറ്റ് എന്ത് ചെയ്യും? സ്പെയിനിന്റെ കൺട്രോളിലായിരുന്നു കൂടുതൽ. അപ്പൊ ഈ സ്പാനിഷ്, അപ്പൊ ആലോചിക്കുക, സ്പാനിഷ് മോഡലുള്ള ഹൗസസ് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെ? അതുപോലെ തന്നെ ടെമ്പിൾസുകൾ വന്നു, ചർച്ചസ് വന്നു, സോറി. അതുപോലെ തന്നെ സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫ്ലോറിഷ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് എഡ്യൂക്കേഷൻ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തു. ദ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വെയർ അഡോപ്റ്റഡ്. പിന്നെ എന്ത് ചെയ്തു? സ്പാനിഷ് ഫാമിംഗ് മെത്തേഡുകൾ. അപ്പൊ അത് തന്നെ ആലോചിക്കുക, കാർഷിക രീതികൾ പോലും മാറി.
സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പോലെ തന്നെ അവർക്ക്, കാരണം നമുക്കറിയാം ഒരു സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒന്ന് എഡ്യൂക്കേഷനാണ്, മറ്റൊന്നെന്താ അഗ്രികൾച്ചർ സിസ്റ്റമാണ്. കാരണം എന്താ, അവരുടെ മെയിൻ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പൊ മൈസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ആ പോയട്രിയിൽ തന്നെ പറഞ്ഞു. അപ്പൊ അത്രമാത്രം അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, അവരുടെ ഈ സ്പാനിഷ് സ്റ്റൈലിലുള്ള ഫാർമിംഗ് മെത്തേഡുകൾ ആരംഭിച്ചു, ക്രോപ്സുകളും സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഡ്രോബാക്ക് കൂടി നമ്മൾ പറയണം. എന്താ, ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം ദി യൂറോപ്യൻസ് ടു ദി ലാറ്റിൻ. യൂറോപ്യന്മാരിൽ നിന്ന് പുതിയ അസുഖങ്ങൾ പോലും ആർക്ക് കിട്ടി, ലാറ്റിൻ അമേരിക്കക്കാർക്ക് കിട്ടി. അതാണ് ഞാൻ പറയാം, കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു മിക്സിംഗ് കൾച്ചർ ആണ് അവിടെ ഫോം ചെയ്തത്. അങ്ങനെ ഒരു സൊസൈറ്റി തന്നെ, സൊസൈറ്റിക്ക് ഒരു പേരുണ്ട്, മെസ്റ്റിസോസ്. ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തതാണ്. ഒരു മിക്സഡ് കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്തു. ഏതാ, യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ. യൂറോപ്യൻ പീപ്പിളും ലാറ്റിൻ അമേരിക്കൻ പീപ്പിളും കൂടെ ചേർന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ അവിടെ ഡെവലപ്പ്. അതാണ് ആ കൾച്ചറിന് പറയുന്ന പേരാണ് മെസ്റ്റിസോസ് എന്ന് പറയുന്നത്. മെസ്റ്റിസോസ് എന്ന് പറയുന്ന പുതിയൊരു സംസ്കാരം അവിടെ രൂപം കൊണ്ടു. അപ്പൊ ആലോചിക്കുക, അമേരിക്ക, ലാറ്റിൻ അമേരിക്ക. അപ്പൊ അവിടുത്തെ പീപ്പിളിനേക്കാൾ കൂടുതൽ ആരായി, യൂറോപ്യൻ പീപ്പിളായി. ആദ്യം മെയിൻ ആയിട്ട് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് സ്പെയിനും പോർച്ചുഗലും. ഏറ്റവും കൂടുതൽ ഓവറോൾ ത്രൂ ഔട്ട് ദി റീജിയനിൽ കംപ്ലീറ്റ് എന്ത് ചെയ്തു, കൺട്രോളിംഗ് എന്ന് പറയുന്നത് സ്പെയിനാണ്. അപ്പൊ ആ സ്പെയിനിന്റെ ആ ഒരു മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൾച്ചറും റിലിജിയനും കസ്റ്റംസിലും ഒക്കെ ചേഞ്ച് വരുന്നു. എഡ്യൂക്കേഷൻ മെത്തേഡ് മാറി, അല്ലെ? അതുപോലെ തന്നെ വീടുകൾ നിർമ്മിച്ചു, ഹൗസസ് ആൻഡ് ചർച്ചസ്, പള്ളികൾ, ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് വന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ് അവിടെ ഫ്ലറിഷ് ചെയ്തു. അതുപോലെ ക്രോപ്സുകൾ അഡോപ്റ്റ് ചെയ്തു. ന്യൂ ഡിസീസസ് സ്പ്രെഡ് ചെയ്തു. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിനെ നമ്മുടെ സ്പെയിൻകാർ എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് ദ പീപ്പിൾ ഓഫ് ദി കോളനീസ് വെയർ എൻഫോഴ്സ്ഡ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണ വിവേചനം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായി. Racial discrimination towards the people of the colonies were enforced in all walks of life. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്ത് രൂപം കൊള്ളാൻ തുടങ്ങി, വർണ്ണ വിവേചനം, വർണ്ണവെറി. നമ്മളെ സൗത്ത് ആഫ്രിക്കയെ കുറിച്ച് പഠിച്ചിട്ട് അപ്പാർത്തൈഡ്, വർണ്ണ വിവേചനം. അതുപോലെ ഇവിടെ എന്താ, ഒരു വർഗ വിവേചനം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്, ഒരു വർഗ വിവേചനം, ജാതിപരമായ അല്ലെങ്കിൽ വർണ്ണപരമായ ഒരു വിവേചനം. സൊസൈറ്റി ലൈഫിന്റെ എല്ലാ സ്ട്രക്ചറുകളിലും സ്പെയിൻകാർ അവിടെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അവരുടെ റിസോഴ്സസിലായാലും, അവരുടെ ലൈഫ് സ്റ്റൈലായാലും, അവരുടെ കൾച്ചറിലായാലും, അവരുടെ എഡ്യൂക്കേഷനിലായാലും, അവരുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിലായാലും, ലാംഗ്വേജിലായാലും, കസ്റ്റംസിലായാലും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആര് ഇംപ്ലിമെന്റ് ചെയ്തത്, സ്പെയിൻകാർ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ആലോചിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന നേഷൻ അവിടെ വാനിഷ് ചെയ്യപ്പെടും, തുറച്ചു മാറ്റപ്പെടും. അവരുടെ കൾച്ചർ തുറച്ചു മാറ്റപ്പെടും. അവരുടെ കംപ്ലീറ്റ് സോഷ്യൽ സ്ട്രക്ചർ കംപ്ലീറ്റ് വാനിഷ് ചെയ്യപ്പെടും, തുറച്ചു മാറ്റപ്പെടും. അപ്പൊ ലേറ്റർ ടൈമിലാണ് ഈ ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ പറയാം, ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം ആർക്ക് മനസ്സിലാകുന്നത്, ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിന് മനസ്സിലാകുന്നത്. അപ്പൊ ആ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഈ എക്സ്പ്ലോയിറ്റേഷൻ, ഈ ചൂഷണങ്ങൾ, ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ സോഷ്യൽ ലൈഫിന്റെ ഓരോ പാർട്ടിലും അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, അഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ ഇത്രമാത്രം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് അവർ എന്ത് ചെയ്തത്, ഫേസ് ചെയ്തത്. മാത്രമല്ല തീർന്നില്ല, ഇനിയുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സ്പെയിൻ അല്ലെങ്കിൽ പോർച്ചുഗൽ ലാറ്റിൻ അമേരിക്കൻ സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? കേട്ടോളുക. took away gold, silver, etc. from the Latin American mines. ലാറ്റിൻ അമേരിക്കൻ മൈൻസിൽ നിന്ന് എന്തൊക്കെ അവർ കൊണ്ടുപോയി,
ഗോൾഡ് ആൻഡ് സിൽവർ. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു അവരുടെ റിസോഴ്സസിന്റെ ഒരു മേജർ ഐറ്റം എന്ന് പറയുന്നത് എന്താ? ഗോൾഡും സിൽവർ. ഇഷ്ടംപോലെ മൈൻസ്, ഖനികളും. അവിടെ നിന്നാണ് ഈ ഗോൾഡും സിൽവറും ഒക്കെ ആര് എക്സ്പ്ലോയിറ്റ് ചെയ്തത്? നമ്മുടെ സ്പെയിൻകാരും പോർച്ചുഗലും. മാത്രമല്ല, നെവർ അലൗഡ് ദി പീപ്പിൾ ടു ദി കോളനീസ് ടു എൻഗേജ് ഇൻ ട്രേഡ് വിത്ത് കൺട്രീസ് അതർ ദാൻ സ്പെയിൻ. അല്ലെ, സ്പെയിനുമായിട്ടല്ലാതെ മറ്റൊരു നേഷൻസുമായിട്ടും ഈ ലാറ്റിൻ അമേരിക്കയെ വ്യാപാരം നടത്താൻ, ലാറ്റിൻ അമേരിക്കൻ കോളനീസിന് വ്യാപാരം നടത്താനുള്ള അനുമതി ഇല്ലാതായി. എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് പറയുന്നത്. ഗോൾഡും സിൽവറും കംപ്ലീറ്റ് കൊണ്ടുപോയി. പിന്നെന്താ, സ്പെയിനുമായിട്ടല്ലാതെ മറ്റൊരു രാജ്യവുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കച്ചവടമൊന്നും സ്ഥാപിക്കാൻ പാടില്ല. The things produced in Spain were not permitted to be produced in the colonies. സ്പെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തിങ്സ്, വസ്തുവകകൾ എന്ത് ചെയ്യാൻ പാടില്ല, കോളനികൾ നിർമ്മിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരിടത്ത് മതി. ഒന്നുകിൽ ആ ഒരു ഐറ്റം, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സ്പെയിനിൽ പ്രൊഡ്യൂസ് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ കോളനിയിൽ. രണ്ടിടത്തും കൂടി വേണം. കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നുള്ള കംപ്ലീറ്റ് ബെനിഫിറ്റും ഇവർക്ക് നേടിയെടുക്കാം. അപ്പൊ സ്പെയിനിൽ നിന്നുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. ഇവിടെ നിന്നുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ബെനിഫിറ്റ് കംപ്ലീറ്റ് ആർക്ക്, സ്പെയിനിനാണ്. അപ്പൊ അവരുടെ ഐഡിയ അതാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൊളോണിയൽ മെത്തേഡുമാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഈ യൂറോപ്യന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം യൂറോപ്യൻസ് ഓരോ നേഷൻസിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് അല്ല അമേരിക്കയിൽ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് അല്ല ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ. അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ് എന്താ ആഫ്രിക്കൻ നേഷൻസിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ആഫ്രിക്കയൊക്കെ വളരെ ഈസി ആയിട്ടാണ് അവർ ക്യാപ്ചർ ചെയ്തത്. കാരണം അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, റിസോഴ്സസ് കുറവാണ്. അവിടെയൊക്കെ അവർ മെയിൻ ആയിട്ട് അവരുടെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സ്ലേവ്സ് ആണ്, അടിമകളാണ്. ഇവിടെയുണ്ട് അടിമകളെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യും, ഇല്ലെന്ന് പറയുന്നില്ല. People had to work in hazardous environmental mines without any safety measures. ഞാൻ നേരത്തെ പറഞ്ഞു, ലാറ്റിൻ അമേരിക്കയിൽ മെയിൻ ആയിട്ട് മൈൻസ് ആണ്, ഖനികളാണ്. ആ ഖനികളിൽ people had to work in hazardous environmental mines. ഒരു സുരക്ഷയും ഇല്ലാതെയാണ് പാവം തൊഴിലാളികളെ കൊണ്ട് എന്ത് ചെയ്തത്, വിത്തൗട്ട് എനി സേഫ്റ്റി മെഷേഴ്സ്. ഒരു സുരക്ഷയില്ലാതെ വളരെ വലിയ ഖനികളിൽ ഈ പാവം തൊഴിലാളികളെ കൊണ്ട്, ജനങ്ങളെ കൊണ്ട്, തൊഴിലാളികളെന്നല്ല അവിടെ നല്ലൊരു വിഭാഗം ജനങ്ങളെയും ആര് ചൂഷണം ചെയ്തു, സ്പെയിൻകാർ ചൂഷണം ചെയ്തു. Enslaved the native to work in plantation. അവിടെയുള്ള ജനങ്ങളെ കൊണ്ട് എന്ത് തോട്ടപ്പണികളിൽ പൂർണ്ണമായും അവിടുത്തെ തൊഴിലാളികളെ പൂർണ്ണമായും അടിമകളാക്കി മാറ്റിക്കൊണ്ടാണ് ഈ സ്പെയിൻകാർ ആരെ കൊള്ളയടിച്ചത്, നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിനെ കൊള്ളയടിച്ചു. അപ്പൊ മനസ്സിലായി എത്രമാത്രം ക്രൂഷ്യൽ ആയിരുന്നു പോർച്ചുഗീസും സ്പെയിനും. മറ്റ് അതർ നേഷൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് സ്പെയിനും പോർച്ചുഗലുമാണ്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് സ്പെയിനാണ്. കൂടുതലും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലെ ഇൻഫ്ലുവൻസ് ചെയ്തത് സ്പെയിനിന്റെ ലാംഗ്വേജും കസ്റ്റംസും റിലിജിയനും ഒക്കെയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. ലാറ്റിൻ അമേരിക്കൻ ഇൻഫ്ലുവൻസിന്റെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് സ്പെയിനാണ്. സ്പെയിൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെസ്റ്റിസോസ് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ആയിട്ട് കൾച്ചർ പോലും അവിടെ ഡെവലപ്പ് ചെയ്തു. ലാറ്റിൻ അമേരിക്കയും അല്ല സ്പെയിൻകാരും അല്ലാത്ത പുതിയൊരു വർഗം ഉദ്ദേശിച്ചു. അത്രമാത്രം ഒരു കൾച്ചർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഈ 17th 16th സെഞ്ചുറിയുടെ ലാസ്റ്റ് ടൈമിലും 17th സെഞ്ചുറിയിലൊക്കെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ്, സ്പെയിന്റെ ഇൻഫ്ലുവൻസ് ആണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഉണ്ടായത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ ഡിക്ലൈൻ ചെയ്യുന്ന രീതിയിൽ അല്ലെ ലാറ്റിൻ അമേരിക്കൻ സൊസൈറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്പെയിൻ പോർച്ചുഗൽ കോളനീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് ലാറ്റിൻ അമേരിക്കയിൽ പീപ്പിൾ ഒരു ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിന്റെ ഒരു യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കാരണം എന്താ, ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിന്റെ ഒരു
എന്താ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ദ റിസൾട്ട് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. വേൾഡിൽ ഏറ്റവും കൂടുതൽ എന്താ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത രണ്ട് റവല്യൂഷൻസ് ആണ് ഏതൊക്കെ? ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് റവല്യൂഷന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ലിബർട്ടിയും ഇക്വാളിറ്റിയും ഫ്രട്ടേണിറ്റിയും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസിനൊക്കെ വേൾഡിന് ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് കൊടുത്തത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഫ്രഞ്ച് റവല്യൂഷനുമാണ്. അപ്പൊ ഇവിടെ എന്താ, ഫ്രഞ്ച് റവല്യൂഷന്റെയും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെയും ഒരു ഇൻഫ്ലുവൻസിൽ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ യൂറോപ്യൻ ഡോമിനേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആർക്കെതിരായിട്ട്? യൂറോപ്യൻ ഡോമിനേഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിനെ ഒരു കോർഡിനേഷൻ, ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ചില ലീഡേഴ്സ്, നേതാക്കൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാ? ഒന്ന് ഫ്രാൻസിസ്കോ മിറാൻഡ, നമ്പർ 2 സൈമൺ ബൊളിവാർ, നമ്പർ 3 ജോസ് ഡി സാൻ മാർട്ടിൻ, ദ ലിബറേറ്റേഴ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കൻ വിമോചകർ എന്നറിയപ്പെടുന്ന ലീഡേഴ്സ് ആരൊക്കെയാണ്? ഫ്രാൻസിസ്കോ ഡി മിറാൻഡ, സൈമൺ ബൊളിവാർ, ജോസ് ഡി സാൻ മാർട്ടിൻ. ഈ ലീഡേഴ്സ് ആണ് ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിനെ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള ഒരു ലീഡർഷിപ്പ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറയാ, നമ്മൾ ശ്രദ്ധിക്കാൻ ആലോചിക്കുക, ഓരോ റവല്യൂഷനും ലേറ്റർ വേൾഡിൽ ഉണ്ടായ ഓരോ റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ റഷ്യയും ചൈനയും എല്ലാം ഇതുപോലെ വേൾഡിൽ ഉണ്ടാക്കിയ റവല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇവിടെ ഫ്രാൻസിസ്കോ മിറാൻഡയുടെയും സൈമൺ ബൊളിവറിന്റെയും ജോസ് ഡി സാൻ മാർട്ടിന്റെയും ഒക്കെ ലീഡർഷിപ്പിൽ ലാറ്റിൻ അമേരിക്ക ഒരു ലിബറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ എല്ലാ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താ? ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും. In 1825 almost all the Latin American colonies became free. 1825 ആവുമ്പോൾ മറക്കണ്ട, എന്നാണ് 1825 ആ സമയത്ത് എന്ത് ചെയ്തു? മേജർ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കെയിം ഫ്രീ. 1825 ആവുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ആരിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു? യൂറോപ്പിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വരുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്താ? ലാറ്റിൻ അമേരിക്കൻ നേഷൻസിനെ കൺട്രോൾ ചെയ്ത യൂറോപ്യൻ പവേഴ്സ് ആരൊക്കെയാണ്? സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. അപ്പൊ അവർ എങ്ങനെയാണ് സ്പെയിനും പോർച്ചുഗലും ലാറ്റിൻ അമേരിക്കയെ കൺട്രോൾ ചെയ്തതെന്ന് നമുക്കറിയാം അല്ലെ? അവരുടെ അപ്പൊ ആ ഒരു നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. എന്താ ആ പാരഗ്രാഫ്? ജസ്റ്റ് ഞാൻ ഇതിന്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞു തരാം. ആഫ്റ്റർ, പുസ്തകം ബേസ് ചെയ്താണ് കേട്ടോ, ജനറൽ അല്ല. ആഫ്റ്റർ കോളനൈസിംഗ് ദി എൻറ്റയർ ലാറ്റിൻ അമേരിക്ക, the Spanish and the Portuguese propagated their language, religion and customs there. ഈ ലാറ്റിൻ അമേരിക്കൻ നേഷൻസിനെ കൺട്രോൾ ചെയ്ത സ്പെയിനും പോർച്ചുഗലും അവരുടെ ലാംഗ്വേജും ഭാഷയും റിലിജിയൻ, മതവും കസ്റ്റംസും, ആചാരങ്ങളും എവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തു? ലാറ്റിൻ അമേരിക്കയിൽ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ എന്ത് ചെയ്തു? they built houses and churches in Spanish style. സ്പാനിഷ് സ്റ്റൈലിൽ അവർ they built houses, വീടുകൾ നിർമ്മിച്ചു, ചർച്ചസ് നിർമ്മിച്ചു. അതുപോലെ several schools were established for imparting Spanish system of education. സ്പാനിഷ് മോഡലിലുള്ള വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് നിർമ്മിച്ചു? several schools were established. നിരവധി സ്കൂളുകൾ അവർ നിർമ്മിച്ചു. The Spanish farming methods and crops were adopted. സ്പാനിഷ് ഫാമിംഗ് മെത്തേഡും അതുപോലെ അവരുടെ ക്രോപ്സും അവർ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. അവരുടെ വിത്തിനങ്ങൾ അവിടെ കൊണ്ടുവന്നു, കൃഷി രീതികൾ അവിടെ കൊണ്ടുവന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു, വീടുകൾ നിർമ്മിക്കുന്നു, ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ മതത്തിലായാലും
ഭാഷയിലായാലും ആചാരങ്ങളിലായാലും മുഴുവനായിട്ട് എന്ത് ചെയ്തു. മാത്രമല്ല മറ്റൊന്നുകൂടിയുണ്ട്. എന്താ പറയുന്നത്? ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം ദി യൂറോപ്യൻ ടു ദി ലാറ്റിൻ. അത് മാത്രമല്ല സംഭാവന, യൂറോപ്യന്മാരിൽ നിന്ന് നമുക്കറിയാം അല്ലെ, ആ കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. വസൂരി പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന അങ്ങനെയാണ്. ഇതൊക്കെ എന്ത് ചെയ്തു? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പുതിയ രോഗങ്ങളെയും ആര് കൊണ്ടെത്തിച്ചു? നമ്മുടെ യൂറോപ്യന്മാർ കൊണ്ടെത്തിച്ചു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ലാറ്റിൻ അമേരിക്ക, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിന്റെയും യൂറോപ്യൻ പീപ്പിൾ, അതായത് ഈ സ്പാനിഷ് പീപ്പിളിന്റെ ഒരു മിക്സഡ് കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്തു. അതാണ് മെസ്റ്റിസോസ് എന്ന് പറയുന്നത്. മെസ്റ്റിസോസ് എന്ന് പറയുന്ന ഒരു ഡിഫറന്റ് ആയിട്ടുള്ള കൾച്ചർ, ഒരു സംസ്കാരം കൂടി രൂപപ്പെട്ടു. അപ്പൊ ആലോചിക്കുക, സംസ്കാരം പോലും മാറിപ്പോയി ലാറ്റിൻ അമേരിക്കയിൽ. അത്രമാത്രം ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു മിക്സിംഗ് എവിടെ സംഭവിച്ചു? ലാറ്റിൻ അമേരിക്കയിൽ സംഭവിച്ചു. ഇതൊക്കെ അവര് വൈകിപ്പോയി. ഇതൊക്കെ അറിഞ്ഞപ്പോ കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റി അവരെന്ത് ചെയ്തു? സൊസൈറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പാനിഷ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്തു? അവിടെ മാക്സിമം ഒരു സ്പാനിഷ് കൾച്ചർ ഡെവലപ്പ് ചെയ്ത സമയത്താണ് അതിൽ നിന്നുള്ള ആ ഒരു എന്ത് ചെയ്യുന്നു പ്രോബ്ലം എന്താണെന്ന് ആര് മനസ്സിലാക്കുന്നത്? സ്പാനിഷ് പീപ്പിൾ മനസ്സിലാക്കും. അപ്പൊ ആ സ്പാനിഷ് സൊസൈറ്റി, അങ്ങനെയാണ് സ്പെയിൻ എന്ന് പറയുന്ന നേഷനെ ഈ യൂറോപ്യൻ കോളനൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന്റെ ഒരു എയിം. അതിനുവേണ്ടിയുള്ള ലീഡർഷിപ്പാണ് ആരൊക്കെ? ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ, ജോസ് ഡെ സാൻ മാർട്ടിൻ എന്നീ ലീഡേഴ്സിന്റെ കൺട്രോളിൽ 1825 മെയിൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കെയിം ഫ്രീ. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ത് ചെയ്തു? 1825 ആയപ്പോൾ മേജർ ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എല്ലാം ഫ്രീ ആയി. അപ്പൊ അവരുടെ ഈ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ട് നമ്മൾ അവിടെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ റവല്യൂഷനോ ഫ്രഞ്ച് റവല്യൂഷനെ പോലുള്ള ഒരു ഹാർഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിട്ടില്ല. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഫ്രഞ്ച് റവല്യൂഷനും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ അവിടുത്തെ എന്ത് ചെയ്യുന്നു? ആ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന്റെ കൾച്ചറിനെയാണ് അവിടെ അഫക്ട് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു? എങ്കിലും സ്ട്രോങ് ആയിട്ട് ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ സ്ട്രോങ് ആയിട്ട് യൂറോപ്യൻ ഡോമിനൻസിനെ ഒപ്പോസ് ചെയ്യും. സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തതിന്റെ റിസൾട്ട് ആണ് 1825 എന്ത് ചെയ്തത്? ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്തായത്? ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അതിന്റെ അതിൽ മേജർ ആയിട്ട് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? പേര് മറക്കണ്ട, മാച്ച് ഫോളോയിങ് ഒക്കെ ചോദിക്കും. ഫ്രാൻസിസ്കോ മിറാണ്ട, ഒന്നാമത്തെ പേരാണ് ഫ്രാൻസിസ്കോ മിറാണ്ട. നമ്പർ 2 സൈമൺ ബൊളിവർ. നമ്പർ 3 ജോസ് ഡി സാൻ മാർട്ടിൻ. ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ, ജോസ് ഡി സാൻ മാർട്ടിൻ, ദ ലിബറേറ്റേഴ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കയുടെ ലിബറേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന 3 നേതാക്കളാണ്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ളതാ. നിങ്ങൾ ടെക്സ്റ്റിൽ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായി കാണും. പിന്നെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ഒരു പോയട്രിയെ കുറിച്ച് പറഞ്ഞു. പോയട്രിയുടെ പേരെന്താണ്? ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു. ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു, അതായത് മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങളിൽ. ആരാണ്? റിട്ടൺ ബൈ പാബ്ലോ നെരൂദ. പാബ്ലോ നെരൂദ എന്ന് പറയുന്ന വിഖ്യാതനായ ലാറ്റിൻ അമേരിക്കൻ കവിയാണ് ഏതെഴുതിയത്? ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്ന് പറയുന്ന കവിത. അപ്പൊ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചുവിന്റെ അത് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് പിടികിട്ടിയല്ലോ. ആ പോയട്രിയിലൂടെയാണ് ലാറ്റിൻ അമേരിക്കൻ ഇവിടെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള നേച്ചറിനെ സംബന്ധിച്ച് കൾച്ചർ, റിലിജിയൻ, അല്ലെ, അവരുടെ സോഷ്യൽ ലൈഫ് ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് വേൾഡിനെ പ്രൊവൈഡ് ചെയ്ത ഒരു പോയട്രിയാണ് ഇത് ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു. മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ ആരുടേതാണ്? പാബ്ലോ നെരൂദയുടേതാണ്. ഇത്രയാണ് നമുക്ക് എന്താ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ബേസിലാണ് ലാറ്റിൻ അമേരിക്കയെ യൂറോപ്യൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്തത്? അതാണ് അതിലെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ പഠിച്ചു അല്ലെ? ഏത് ബേസിലാണ്? അതായത് ഈ യൂറോപ്യൻസ് എന്ന് പറയുന്നത് മേജർ കൺട്രീസ് ഏതൊക്കെ? സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. ഞാൻ യൂറോപ്യൻ എന്ന് പറയുന്നെങ്കിലും
സ്പെയിനും പോർച്ചുഗലുമാണ്. അപ്പൊ സ്പെയിനും പോർച്ചുഗലും എങ്ങനെയാണ് നമ്മുടെ ഈ ലാറ്റിൻ അമേരിക്കയെ എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ എഴുതേണ്ട പോയിന്റ് ആണ് ആ സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ പറയാം. അതാണ് അതിന്റെ കണ്ടന്റ്. ആൻസറിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന ആ പാരഗ്രാഫ്. അപ്പൊ ആ പാരഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി, കാണാതെ പഠിക്കാനൊന്നുമില്ല, വായിച്ച് മനസ്സിലാക്കി വെക്കാനുള്ളൂ. അപ്പൊ ഇതിൽ അത് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിലെ ലീഡേഴ്സ് ഫ്രാൻസിസ്കോ മിറാൻഡയും സൈമൺ ബൊളിവറും ജോസ് ഡി സാൻ മാർട്ടിനുമാണ്. ഈ സൈമൺ ബൊളിവർ എന്ന് പറയുന്നത് വെനസുലക്കാരനാണ്. അമേരിക്കൻ ഈ വെനസുലയും ഇക്വഡോറും കൊളംബിയയും പെറുവിനെയൊക്കെ ലിബറേറ്റ് ചെയ്തത് ആരാണ്? ഈ സൈമൺ ബൊളിവറിന്റെ കൺട്രോളാണ്. He is the reverently called the liberator in these countries. It is also known as the George Washington of South America. സൗത്ത് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആളാണ് സൈമൺ ബൊളിവർ. PCK ഭാവിയിൽ ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. എന്ത് ചോദിക്കും? ജോർജ് വാഷിംഗ്ടൺ ഓഫ് ഹു ഇസ് ദ ജോർജ് വാഷിംഗ്ടൺ ഓഫ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സൈമൺ ബൊളിവർ. അദ്ദേഹം ജനിച്ചത് വെനസുലയാണ്. വെനസുലയും ഇക്വഡോറും കൊളംബിയയും പെറുവും ഒക്കെ ലിബറേറ്റ് ചെയ്യുന്നത് ആദ്യ ലീഡർഷിപ്പിലാണ്, നമ്മുടെ സൈമൺ ബൊളിവറുടെ ലീഡർഷിപ്പിലാണ്. ജോസെ സാൻ മാർട്ടിൻ എന്ന് പറയുന്ന അർജന്റീനക്കാരൻ. അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുന്നു? അർജന്റീനയും ചിലിയും ലിബറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോസ് ഡി സാൻ മാർട്ടിന്റെ കൺട്രോളാണ്. അപ്പൊ സൈമൺ ബൊളിവർ വെനസുലക്കാരനാണ്. വെനസുലയും ഇക്വഡോറും പെറുവും ഒക്കെ ലിബറേറ്റ് ചെയ്യുന്നത് സൈമൺ ബൊളിവർ. അതാണ് എന്ത് ചെയ്യുന്നു? സൗത്ത് അമേരിക്കൻ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന സൈമൺ ബൊളിവറെ. ജോസ് ഡി സാൻ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അർജന്റീനക്കാരനാണ്. അർജന്റീനയും ചിലിയും ലിബറേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ്. ഓക്കെ, ഇത്രയും. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്താ? ഹീസ് നോൺ ആസ് ദി പ്രൊട്ടക്ടർ ഇൻ ദി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജോസ് ഡി സാൻ മാർട്ടിൻ. ജോസ് ഡി സാൻ മാർട്ടിൻ അറിയപ്പെടുന്നത് പ്രൊട്ടക്ടർ ഓഫ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ജോസ് ഡി സാൻ മാർട്ടിനെ അറിയപ്പെടുന്നത്. മറക്കണ്ട, ജോസ് ഡി സാൻ മാർട്ടിനെ അറിയപ്പെടുന്നത് ദ പ്രൊട്ടക്ടർ ഓഫ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. സൈമൺ ബൊളിവർ അറിയപ്പെടുന്നത് ജോർജ് വാഷിംഗ്ടൺ ഓഫ് സൗത്ത് അമേരിക്ക. ഇതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കണം. ഇത് പഠിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതൊക്കെ എഴുതി വെക്കണം. മറക്കണ്ട, ഇത്രയാണ് ലാറ്റിൻ അമേരിക്കയെ കുറിച്ച് പഠിക്കാനുള്ളത്. പുസ്തകത്തിലുള്ളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കേട്ട് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലെക്ചർ നോട്ട് പോലെ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചിടുക, അല്ലെങ്കിൽ പുസ്തകത്തിനകത്ത്